നാച്ചുറൽ ആയിരിക്കണം. എന്റെ ആ ഡയലോഗ് ഇനി വരാൻ പറ്റില്ലല്ലോ. ഡൂബിമ ഇലക്കയുടെ മണം കിട്ടുന്നുണ്ടോ നിനക്ക്? ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നിങ്ങൾ പറയണ്ടോ സ്വാഗതം, വെൽക്കം. സ്വാഗതം, വെൽക്കം. ഞാൻ വ്ളോഗ് എടുക്കുന്ന കാണാനായിട്ട് ഇവിടെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഫോണിൽ അമ്മച്ചി വീഡിയോ കോളിലുണ്ട്. അപ്പൊ ഇത് എന്താ സാധനം എന്നല്ലേ, എന്റെ മുന്നത്തെ വ്ളോഗ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. മോനും എന്റെ പുച്ചിക്കുണ്ട് ബാക്കിൽ ഇരുന്നിട്ട്. അപ്പം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നാട്ടിൽ നിന്ന് ഇസൂട്ടിയുടെ ബർത്ത്ഡേയുടെ ഡ്രസ്സെല്ലാം അമ്മച്ചിയാണ് അയച്ചത്. അതായിരുന്നു മെയിൻ അയക്കേണ്ട സാധനം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും കൂടെ നാട്ടിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി കാനഡയിൽ അയച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറേ പേർക്കൊന്നും അറിയത്തില്ല, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഈ നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസ് വഴി വലിയ പൈസ ചെലവ് അധികം ഇല്ലാണ്ട് നമ്മൾ വേറെ കൊറിയർ സർവീസ് എടുത്താൽ ഭയങ്കര പൈസയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം അതൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഇതായിട്ട് കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ പറ്റും. അതിന്റെ ഒരു ഓപ്ഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇതൊരു ട്രയൽ ആയിരുന്നു ഇസൂട്ടിയുടെ ഡ്രസ്സ് അയച്ചത്. അപ്പൊ ആദ്യമായിട്ട് അത് അയച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ എടുക്കാന്ന്. പക്ഷെ ഒരു ദിവസം രാത്രിയാണ് നമ്മൾ ഇത് പൊട്ടിച്ചത്. കാര്യം ഇസൂട്ടിയുടെ ഡ്രസ്സ് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അത് കാണാനുള്ള ആകാംക്ഷ കാരണം ഇത് പൊട്ടിച്ചു. പക്ഷെ പൊട്ടിക്കുന്ന ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് മാത്രമേ ഇതിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഇതിന്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസ്. ആദ്യം അമ്മച്ചിയുടെ അവിടെ ഉള്ള വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞു അവര് ഇത് ഭയങ്കര എന്താണ്ട് ചാർജും ഇതൊക്കെ ആയതുകൊണ്ട് അവര് നിർത്തി വെച്ചേക്കുവാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എന്നാലും വീണ്ടും വേറെ എളമ്പള്ളൂര് പോസ്റ്റ് ഓഫീസ് ചാച്ച അവിടുന്ന് പറഞ്ഞു തരുക. കൊല്ലക്കാർക്കാണെങ്കിൽ അറിയാം, കുണ്ടറ എളമ്പള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോസ്റ്റ് ഓഫീസിലാണ് അമ്മച്ചി പോയി അന്വേഷിച്ചത്. കറക്റ്റ് ആയിട്ട് പറയാൻ പറഞ്ഞതാ ചാച്ചൻ. അപ്പൊ അവിടെ പോയി അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു നിർത്തി വെച്ചേക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അന്നേരം അമ്മച്ചിയടുത്ത് പറഞ്ഞായിരുന്നു അവർക്ക് ചിലപ്പോ പണിയെടുക്കാൻ മടിയായിട്ട് അവര് പറഞ്ഞായിരിക്കും വേറെ കൊല്ലത്ത് പോയി അന്വേഷിക്കും. പോസ്റ്റ് ഓഫീസിലുള്ളവർ കാണുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ചെയ്യാൻ കുണ്ടറ എളമ്പള്ളൂരുള്ള പോസ്റ്റ് ഓഫീസിലുള്ളവര് കുണ്ടറ എളമ്പള്ളൂരുള്ള പോസ്റ്റ് ഓഫീസിലുള്ള ആളുകൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മച്ചി പലയിടത്തും അന്വേഷിച്ചു. ഏതൊക്കെയായിരുന്നു? DTDC, HDFC, അല്ല ഇതെല്ലാം ആയിരിക്കും. പ്രൊഫഷണൽ കൊറിയർ DTDC, സാറ് പറഞ്ഞിട്ട് HDFC. വേറെന്താ ഒരെണ്ണം കൂടി ഇല്ലായിരുന്നു. DTDCയിൽ പോയി അന്വേഷിച്ചായിരുന്നു. എന്നിട്ട് അമ്മച്ചി കൊല്ലത്ത് മെയിൻ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചു. അപ്പൊ ഉണ്ട് അവർ അയക്കണ്ട്. അന്നേരം ഇതിന്റെ ഇവര് പറഞ്ഞത് 2 രീതിയിൽ നമുക്ക് അയക്കാം. സ്പീഡ് പോസ്റ്റ് ആയിട്ടും അയക്കാം. നമുക്ക് നോർമലി സ്ലോ പോസ്റ്റ് ഉണ്ടോ, എത്ര സമയം എടുത്ത് വരുന്നോ അതും അയക്കാം. അപ്പൊ നമുക്കിപ്പം ഇസൂട്ടിയുടെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് കറക്റ്റ് 1 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് സ്പീഡ് പോസ്റ്റ് ആണ് അയച്ചേക്കുന്നത്. ഇത് സ്പീഡ് പോസ്റ്റിന്റെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അതിൽ എന്തൊക്കെ സാധനങ്ങള് കൊണ്ടുപോയിട്ടുണ്ട്. അഡ്രസ് പോയില്ലേ അപ്പൊ അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ ഇത് പൊട്ടിച്ച ബോക്സ് ആണ്, അൺബോക്സിംഗ് ഒന്നും അല്ല. പക്ഷെ ഇത് കണ്ട ഇതിലെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനം ഉണ്ട്, എത്ര വെയിറ്റ് ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതിന് നാട്ടിൽ എത്ര രൂപ വരും, അങ്ങനെ ടോട്ടൽ എത്ര രൂപയുടെ സാധനമാണ് ഈ പെട്ടിക്കുള്ളിൽ ഉള്ളതെന്നൊക്കെ ഇതിന്റെ അകത്ത് എഴുതണം. അമ്മ ചിന്ത ഇതെന്തോ ഫ്രോക്കിന് 1500 രൂപയോ ഇതില് വാല്യൂ ചെയ്തതാ. ആ ഫ്രോക്കൊക്കെ ഉണ്ടല്ലോ നമ്മള് ഇൻസ്റ്റാഗ്രാം പേജ് അതും ഇതൊക്കെ ആയിട്ട് മേടിച്ച 10,000 രൂപയൊക്കെയാണ് ചാർജ് ആയിട്ട് വരുന്നത്. 10,000 കിട്ടുമോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എറണാകുളത്തൊക്കെ കൊണ്ടുപോയി തയ്പ്പിച്ചാല്. ഓക്കെ, അപ്പൊ അതേതാണ്ടോ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് എണ്ണം, വെയിറ്റ്, എത്ര രൂപ വരും നാട്ടിലെ വെച്ചിട്ട്. പിന്നെ ഇതെന്തോന്നും എനിക്കറിയത്തില്ല, ഇത് അവരുടെ എന്തോ നമ്പറാന്ന് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ എഴുതണ്ട, ഇത് നമ്മൾ എഴുതി കൊടുക്കണം എന്ന് തോന്നുന്നു. ഇതൊക്കെ അവരെഴുതുന്ന സാധനമാണ്. എന്നിട്ട് അമ്മച്ചിയുടെ ഒപ്പൊക്കെ ഉണ്ട്, പേരും അഡ്രസ് ഇതെല്ലാം അമ്മച്ചി തന്നെ എഴുതി. ഈ സാധനം എന്തോ ഈ ലാസ്റ്റ് എഴുതിയേക്കുന്ന HSN കോഡ്, ലോട്ട് നമ്പർ, ലോട്ടോ? എന്തുവാ ലോട്ട് എന്ന് പറഞ്ഞാ ലോട്ട്
പോയി. അതെന്താന്ന് അറിയത്തില്ല. എന്തായാലും അവര് പറഞ്ഞു തരും, അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇതിന്റെ റേറ്റ് ഞാൻ പറയാം. ഇതിപ്പോ അമ്മച്ചി 5 എത്രയോ kg ആണ് അയച്ചത്. അതിന് അമ്മച്ചിക്ക് 5000 എത്രയോ സംതിങ്, അതായത് ആ 1000 കണക്ക്, 1 കിലോയ്ക്ക് 1000 സംതിങ് എന്നുള്ള ആ ഒരു കണക്കിലാണ് ഇത് വരുന്നത്. ഇത് സ്പീഡ് പോസ്റ്റിന്റെ റേറ്റ് ആണ്. നോർമലി അയക്കുന്നതിന് ഇതിലും കുറവാ, എന്തോ 400 രൂപ എങ്ങാണ്ട് കുറവെന്നുള്ള രീതിയിലാണ് അന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ അടുത്ത ഇനി അയക്കാൻ പോകുന്നുണ്ട്. അതെന്തായാലും നോർമലി ആയിരിക്കും മിക്കവാറും അയക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ റേറ്റ് അറിയാം. അത് ഈ സ്പീഡ് പോസ്റ്റ് അയക്കുന്നെങ്കിൽ അവര് 7 to 14 days പറയുന്നത്. 14 days വരെ പറയുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് അമ്മച്ചി അവിടുത്തെ നാട്ടിലെ തിങ്കളാഴ്ച അയച്ചു, ഇവിടെ അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഇവിടെ, ചൊവ്വാഴ്ച ഇവിടെ കിട്ടി. ചൊവ്വാഴ്ച രാവിലെ ഇവിടെ നമ്മളെ വീട്ടിൽ കൊണ്ടുതരും. നമ്മൾ കാനഡ പോസ്റ്റിൽ പോയി പിക്കൊന്നും ചെയ്യേണ്ട. നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേരെ കാനഡ പോസ്റ്റിലോട്ടാണ് വരുന്നത്. അവർ തന്നെ നമുക്ക് ഡെലിവറിയും ചെയ്യും. അവിടെ പോയൊന്നും പിക്ക് ചെയ്യേണ്ട. ഞാൻ കുറെ റീൽസ് കണ്ടിട്ടുണ്ട്, കുറെ ആളുകൾ കാനഡ പോസ്റ്റിൽ പോയിട്ട് നമ്മൾ ഇത് പിക്ക് ചെയ്തുകൊണ്ട് വരുന്നത്. പക്ഷെ അങ്ങനൊന്നും വേണ്ടി വന്നില്ല. ഞാനും അതും പ്രതീക്ഷിച്ച് കോള് വരും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നേ. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അയക്കുമ്പോൾ നമുക്കൊരു 2 ട്രാക്കിംഗ് ID തരും. അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ അവരെ സൈറ്റിൽ കയറി നോക്കിയാൽ അത് വെച്ചിട്ട് സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് ഈ ഇന്ന ട്രിവാൻഡ്രത്തുനിന്ന്, കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം പോയി, ട്രിവാൻഡ്രത്തുനിന്ന് കൊച്ചി പോയി, കൊച്ചിയിൽ ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റിൽ തന്നെ ഇന്നടുത്തുനിന്ന് അബുദാബിയിൽ വന്നു, അബുദാബിയിൽ നിന്ന് ഇവിടെ വന്നു, അങ്ങ് ടൊറോണ്ടോയിൽ വന്നു, ടൊറോണ്ടോയിൽ നിന്ന് അടുത്തടുത്തോട്ട് വന്നു. അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും, ഡേറ്റും സമയവും എല്ലാം സഹിതം. സുട്ടിന്റെ പുറത്തുനിന്ന് ഒരു പാട് ഇത്രയും മോനെ വന്ന് പൊട്ടിച്ചോളായിരുന്നോ? അൺബോക്സിങ്ങിന് വേണ്ടിട്ട് ഇതിന്റെ അകത്ത് സുട്ടിയുടെ ഉടുപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റി ഓൾറെഡി. ഇന്നലെ ആയിരുന്നു നമ്മുടെ പരിപാടി. ഇത് നമ്മുടെ വാളംപുളി. വാളംപുളിയാണ്. നിനക്ക് വേണ്ടേ? ഇത് നമ്മള് ഷെയർ ചെയ്തെടുക്കും. ഇത് എല്ലാവർക്കും കൂടെ കേട്ടോ അമ്മച്ചി അയച്ചേക്കുന്നത്. കുറെ പേര് ഇവിടെ ഉള്ളത് കൊണ്ട്. ഇത് വാളംപുളി കുറെ നമ്മുടെ ഇവിടെ തീർന്നിരുന്നായിരുന്നു. അപ്പൊ ഇത് നല്ല രസമുണ്ട്. ഇത് നമ്മള് സുശീല അമ്മച്ചിയുടെ ചേച്ചിക്ക് വീട്ടില് മരമുണ്ട്. അപ്പം പെങ്ങന്മാർക്ക്, ചാനിയത്തിമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഇത് ഇങ്ങനെ പൊളിച്ച്, ഇതിലെ തോടെല്ലാം പൊളിച്ച് മറ്റേ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഭരണിയിലാക്കിയിട്ട് കൊടുക്കും. അപ്പൊ എല്ലാ കൊല്ലം അത് കൊടുക്കും. അപ്പൊ അത് കുറെ ഉണ്ടാവും. അന്നേരം അതാണിത്, വീട്ടിലുണ്ടായ പുളി. ഇച്ചിട്ട് എന്നാ ഇത് പിടിച്ചോടാ, ഇത് പിടിച്ചോ, ചാച്ചാച്ചയുടെ കൊണ്ട് കൊടുക്കും. ഈ സാധനത്തിന്റെ മണമാണ് ഈ പെട്ടി തുറക്കുമ്പോൾ മൊത്തം. തുറക്കുമ്പോ എന്നല്ല, ഈ പെട്ടി ഇങ്ങനെ അടുത്ത് പിടിച്ചിരുന്ന ഫുള്ളി മണമാണ്. ഏലക്ക. ഇത് എവിടെന്നാ ഈ ഏലക്ക? ഭയങ്കരമാണോ? ഭയങ്കരമാണ്. മൂന്നാറിലെയാണോ? തീർന്നില്ലായിരുന്നോ? മൂന്നാർ ഏലക്ക. 3 വർഷം മുമ്പുള്ള ഏലക്ക ഉണ്ടോ നിനക്ക്? ഏലക്ക ഉണ്ടോ? മൂന്നാറിലെ CI മൂന്നാറിലെ CI കേരളത്തുള്ളയാണ്. അമ്മച്ചിക്ക് അറിയാവുന്നതാണ്. പുള്ളീനെ കൊണ്ട് മൂന്നാറിന്ന് മേടിപ്പിച്ച സാധന. ഇതിന്റെ ഒരു പാക്കറ്റ് ഞങ്ങൾക്ക് ഇന്നാള് വേറൊരു ഞങ്ങളുടെ അറിയാവുന്ന ആരോ വന്നപ്പോ അമ്മച്ചി കൊടുത്തു വിട്ടായിരുന്നു. അത് കിട്ടിയായിരുന്നു. ഇതിപ്പോ രണ്ടാമത്തെ നമ്മുടെ തീർന്നായിരുന്നു ഏലക്ക. പിന്നെ ഇത് ഈ പനങ്കൽക്കണ്ടാണ്. അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? പനങ്കൽക്കണ്ടമാണ്. ഇതെന്തുകൊണ്ട് ഈ സുട്ടിക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ കൊടുക്കുന്നത് നല്ലയാന്നും പറഞ്ഞിട്ട് അമ്മച്ചി തന്നുവിട്ടയാണ്. കഴിക്കുമെന്ന് അറിയത്തില്ല, എന്തായാലും നമ്മള് കഴിക്കും. തൊണ്ടക്കൊക്കെ നല്ലയാന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് കാഷ്യൂ, പ്രീമിയം കാഷ്യൂ നട്ട്സ്. നമ്മുടെ തന്നെ കാഷ്യൂ മരത്തിലുണ്ടായ കാഷ്യൂ ആണ്. അത് തള്ളാണ് ഗൈസ്, അത് വെറുതെയാണ്. ഇത് നമ്മള് അമ്മച്ചി കടയിൽ നിന്ന് മേടിച്ചതാ. എല്ലാം അമ്മച്ചി കടയിൽ നിന്ന് മേടിച്ച. അമ്മച്ചി മേടിച്ചാടി. ഇത് കുരുമുളക്. നമ്മുടെ കുരുമുളകൊക്കെ മുറിച്ച് കളഞ്ഞില്ലായിരുന്നു അവിടെ? എടേ, നമ്മുടെ കുരുമുളകൊക്കെ മുറിച്ച് കളഞ്ഞില്ലായിരുന്നു. കുരുമുളക് മരമാണോ? മരം ഏത് മരത്തിലുണ്ടാവണേ? കുരുമുളക് മരത്തില്. ഏത്? അതെങ്ങനത്തെ മര? ഇങ്ങനെ പൊങ്ങി പോന്നെ പച്ച മരം, മറ്റേ ഇങ്ങനെ. ഓ, ആ മരം എനിക്കൊന്ന് വാങ്ങിച്ചാൽ പറഞ്ഞു. ഞാൻ വിചാരിച്ചാണ് ഇതുപോലത്തെ എന്തോ ഇങ്ങനെ പടർന്നു കാണുന്ന സാധനത്തിലാണ്. അല്ല, മരാന്ന് പറഞ്ഞ ഏത് മരാന്ന് അത് അവളോട് പറ.
ബെൻസ് പറഞ്ഞ മറ്റേ മരമാന്ന ആകാശത്ത് പോയിട്ട്. അല്ല അതപ്പൊ ഏത് മരം? അത് ഏത് മരത്തിലും പടത്തിവിടാം, മറ്റേ കവുങ്ങില് പടത്തിവിടാം. ഞാൻ വിചാരിച്ചത് ഒറ്റ മരമാണ്. അതാ ഞാൻ പറഞ്ഞത്, അതൊരു ഒറ്റ മരമാണെന്നാ വിചാരിച്ചത്. എല്ലാരും ഇതേപോലെയാണ് ഗൈസ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എല്ലാരും അല്ല നീ. അപ്പൊ നമ്മുടെ വീട്ടില് കുരുമുളകിന്റെ ചെടിയാണോ? ചെടിയാണോ? ആ ദേടി പയറ് പോലെ പടർന്നു പോണ സാധനം. നമ്മുടെ വീട്ടില് കുരുമുളക് ചെടി ഉണ്ടായിരുന്നു. ചെടി ഉണ്ടായിരുന്നു, പക്ഷെ അത് മുറിച്ചു കളഞ്ഞില്ലേ? അത് നമ്മള് വീട് വലുതാക്കിയപ്പോ മുറിച്ചു കളഞ്ഞു. കുരുമുളക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് കടയിൽ നിന്ന് ചുമ്മാ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ച എത്ര രൂപയായിരുന്നു മോനു? $10. ഇത്രയുള്ള ഒരു പാക്കറ്റ് $18. 10 അല്ല, അതിൽ കൂടുതലായിരുന്നു. മോന്. അപ്പൊ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക്. ഇത് ഇത്ര മേടിക്കണമെങ്കിൽ ഏകദേശം ലാസ്റ്റ് സാധനം. ഇതെല്ലാം നല്ല വെയിറ്റ് ഉള്ള സാധനമായോണ്ട് 5 കിലോ മാത്രമേ അയച്ചോളൂ. ഇത് വേറൊരു നാച്ചുറൽ ക്യാഷ് ആണ്, മറ്റേ പ്രീമിയം ആണ്. ഇത് ഞങ്ങൾക്ക് ആ പ്രീമിയം, നിങ്ങൾക്ക് നാച്ചുറലാ. ഞങ്ങൾ പ്രീമിയം ആണ് കുറച്ച്. അപ്പൊ ഇത് ചാച്ചനൊക്കെയാണ്. കുഞ്ഞേച്ചിക്കും കൊടുത്തുവിടാന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരുന്നതാ. പക്ഷെ കുഞ്ഞേച്ചിക്ക് ഇന്നും ഇവിടെ നിന്നിട്ട് നാളെ പോത്തോളന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ കുഞ്ഞേച്ചിക്ക് പെട്ടെന്ന് ഇന്നലെ അവരെ കൂടെ ഉണ്ടായിരുന്നവര് സിക്ക് വിളിച്ചു. അപ്പൊ ആരും കവർ ചെയ്യാൻ ഇല്ലാണ്ട് വന്നു. എന്നിട്ട് രാത്രി തന്നെ പോയി. 12 മണിയായപ്പോ കുഞ്ഞേച്ചി പോയി. രാവിലെ വെളുപ്പിന് എനിക്ക് പോകാന്നായിരുന്നു പ്ലാൻ. പക്ഷെ കുഞ്ഞേച്ചിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നമ്മളെല്ലാരും ഉറങ്ങാൻ കിടന്നായിരുന്നു. കുഞ്ഞേച്ചിക്ക് ഒരു തരത്തിൽ ഉറക്കം വരുന്നില്ല. അപ്പൊ ഉറങ്ങാണ്ട് കിടന്നിട്ട് വെളുപ്പിന് എണീറ്റ് പോയാൽ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരുമെന്നില്ല ആലോചിച്ചിട്ട് എന്തായാലും ഉറങ്ങാണ്ട് കിടക്കാമെന്നല്ലോ വെച്ചിട്ട് രാത്രി പോയി. 2:30 എങ്ങാണ്ടായപ്പോൾ വീടെത്തി. വിളിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് മോനുവിനെ. അപ്പൊ ഇത് അങ്ങോട്ടേക്കുള്ള ലണ്ടനിലേക്കുള്ള കാശു. അപ്പൊ ഇത്രയാണ് നമ്മൾ അയച്ചത്. എന്റെ കൂടെ ഇസൂട്ടിയുടെ ഉടുപ്പ് ഉണ്ടായിരുന്നു. ഇസൂട്ടിയുടെ ഉടുപ്പ് തന്നെ ഉണ്ടായിരുന്നു എത്രയോ ഇത് വെയിറ്റ്. പക്ഷെ ഒരുപാടൊന്നും ഇല്ലായിരുന്നല്ലോ. എത്ര ഉണ്ടായിരുന്നു? അമ്മച്ചെടുത്ത് വരും. അമ്മച്ചി തൂക്കിയായിരുന്നല്ലോ. 880 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഉടുപ്പ് കണ്ട എല്ലാരും വിചാരിക്കും ഭയങ്കര വെയിറ്റ് ആണ്, അയ്യോ കൊച്ചു എങ്ങനെ അത് ഇട്ടോണ്ട് നടന്നു. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട, ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു. അവള് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ഇട്ടോണ്ട് വന്നെ. ശരിക്കും പറഞ്ഞാൽ അവളുടെ 3rd ടൈമാണ് ആ ഉടുപ്പ് ഇട്ടിട്ട് അവള് നടക്കുന്നത്. കാര്യം ഇതിനു മുന്നേ ആദ്യത്തെ ദിവസം വന്ന ദിവസം നമ്മൾ ഇടിപ്പിച്ചു. കുറെ അത് ഊരാൻ സമ്മതിക്കൂല. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഉടുപ്പ് തരാൻ സൂപ്പർ ഉടുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞാലേ അത് ഊരത്തോളൂ. അത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തിക്ക്. രണ്ടാമത് നമ്മള് പിന്നെ ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ചുമ്മാ സാധാ പോലെ ഒരുക്കി ഉടുപ്പിട്ടിട്ട് ഇവിടെ എല്ലാം നടത്തി കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. 3ാമത്തെ വട്ടമാണ് ഇന്നലെ ബർത്ത്ഡേക്ക് അത് ഇട്ടത്. അതുകൊണ്ട് വെയിറ്റ് ആണല്ലോ ഈ കൊച്ചിന് താങ്ങൂല അങ്ങനൊന്നും ആരും വിചാരിക്കണ്ട. നല്ല ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഉടുപ്പായിരുന്നു. അത് കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുമെങ്കിലും വെയിറ്റ് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇതിപ്പോ ഇനിയിപ്പോ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അയക്കാൻ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള ഒന്നും അയച്ചുകൂടാന്നാണ്. പക്ഷെ അമ്മച്ചിയെടുത്ത് അവര് പറഞ്ഞത് അയക്കുന്നോണ്ട് ഇപ്പൊ നമ്മള് തേനും നെയ്യും ഒക്കെ അയക്കുന്ന കാര്യം ചോദിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അയക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ ലീക്ക് ആവാത്ത രീതിയിൽ അത്ര ഉറപ്പാക്കിയിട്ട് പാക്ക് ചെയ്യണം. കാര്യം ഇൻ കേസ് എങ്ങാനും ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി ഓഫീസിൽ ലീക്കായി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി ഓഫീസിൽ നിന്ന് അത് തിരിച്ചു വിടും. അപ്പൊ നമുക്ക് സാധനവും നഷ്ടപ്പെടും, നമ്മുടെ ഈ പൈസയും അവര് റീഫണ്ട് തരൂല. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് എടുത്ത് അയക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ അയക്കാം. അല്ലാണ്ട് പൊടി ഐറ്റംസ് എന്തോരം വേണമെങ്കിലും ഏതൊക്കെ സാധനം വേണമെങ്കിലും അയക്കാം. സൗണ്ട് ഷൂർ അയക്കാൻ പറ്റുമോ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനത്തെ സാധനം, ഗരം മസാല അതെല്ലാം അയക്കാം. അപ്പൊ നാട്ടിൽ നിന്നൊക്കെ ഇനിയിപ്പോ ഇതൊരു ഓപ്ഷനാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഡ്രസ്സുകൾ അയക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ഈ പെട്ടിയൊക്കെ അമ്മച്ചിക്ക് അവര് തന്നെ കൊടുത്തതാട്ടോ. പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ അമ്മച്ചിക്ക് അറിയാവുന്ന ഒരു പയ്യനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവര് തന്നെ പാക്ക് ചെയ്ത് കൊടുത്ത് അമ്മച്ചി ഇത്ര സാധനങ്ങളുമായിട്ടാ പോയത്. പക്ഷെ എല്ലായിടത്തും അങ്ങനെ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. നമ്മൾ ബോക്സിൽ പക്ഷെ അവര് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ചെന്നിട്ടേ പാക്ക് ചെയ്യാൻ പാടുള്ളൂ. കാര്യം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ നമ്മൾ വെക്കുന്നതെന്നുള്ള അവർക്ക് ഉറപ്പ് വേണം. അപ്പൊ അത് കാരണം നമ്മൾ നേരത്തെ ഇങ്ങനെ പെട്ടിയിലാക്കി ടേപ്പൊന്നും ഒട്ടിച്ചു പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ സാധനങ്ങൾ കവറിലാക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. ഒരു ബോക്സ് കയ്യിൽ കരുതിയാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കാനഡയിലുള്ളവർക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഓരോ സാധനങ്ങൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പം. നമുക്ക് മാക്സിമം 1 മാസത്തിനുള്ളിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. ഏത് രാജ്യത്തോട്ട് അയക്കുമെന്ന് പറഞ്ഞോ? ഏത് രാജ്യത്തോട്ട് അയക്കുമോ? എനിക്കറിയില്ല. ഏത് രാജ്യത്തോട്ട് അയക്കുമെന്ന് പറഞ്ഞോ? അത് അന്വേഷിക്കേണ്ടി വരും. എല്ലായിടത്തും തന്നെ കാണുമായിരിക്കും എന്നാലും. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ചേർക്കാൻ ആർക്കെങ്കിലും ഒക്കെ ഇവിടെ അയച്ച എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടിപ്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇടില്ലോ. ബൈ ബൈ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഇസുട്ടി ബൈ പറഞ്ഞേ. ബൈ, ലവ് യു പറഞ്ഞേ. ടേക്ക് കെയർ ഗൈസ് പറഞ്ഞേ. ടാറ്റാ. ഇങ്ങനെ ബൈ ബൈ. ഉമ്മ കൊടുത്തേ. ഇത് എടുത്തോണ്ട് ഓർക്കണം കേട്ടോ. കുരുമുളക് വേണോ നിങ്ങക്ക്? ഏലക്ക വേണോ? ഇപ്പൊ കണ്ടില്ലേ, ഇപ്പഴാണ് ശരിക്കുള്ള തനി സ്വഭാവങ്ങൾ വരുന്നത്. ഏലക്ക വേണ്ടേ? ഇവിടെ ഒന്നും കൊടുക്കാൻ പോണില്ല, ചുമ്മാ വീഡിയോ പറഞ്ഞാണ് എല്ലാം കൊടുക്കും.